നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ഈ വീഡിയോ മുഴുവനായി കാണും. കുട്ടികൾ ഭക്ഷണം കഴിക്കാനോ വാശി പിടിക്കുമ്പോഴോ സ്വസ്ഥമായി ജോലികൾ ചെയ്യാനുമായി കുട്ടികളെ നമ്മളൊരു ടിവിയുടെയോ മൊബൈലിന്റെയോ മുൻപിൽ ഇരുത്തും. അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് നിർദ്ദേശിക്കുന്നത് പ്രകാരം അമിതമായ സ്ക്രീൻ ടൈം കുട്ടികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് കുറയുന്നു, ഏകാഗ്രത നഷ്ടപ്പെടുന്നു, ഓർമ്മക്കുറവുണ്ടാക്കുന്നു. 2, ഏറെ നേരം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കാതെ വരുന്നു, അത് അവരുടെ പഠനത്തെ ബാധിക്കുന്നു. 3, ചുറ്റുമുള്ള വ്യക്തികളായിട്ടുള്ള സംസാരം കുറയുന്നു, മുഖത്തോട് മുഖമുള്ള ഇന്ററാക്ഷൻസ് കുറയുന്നു, സോഷ്യലൈസ് ചെയ്യാൻ സാധിക്കാതെ വരുന്നു. 4, ഇപ്പോഴത്തെ കാർട്ടൂൺസിലുള്ള ഫ്ലാഷ് ലൈറ്റ്, കളർ എലമെന്റ്സ്, പെട്ടെന്നുള്ള ക്യാമറ ആംഗിൾ ചേഞ്ചസ്, കാഠിന്യമേറിയ ഒച്ചകൾ, ഇതെല്ലാം കുട്ടികളെ ഹൈപ്പർ ആക്റ്റീവ് ബിഹേവിയറിന് വഴിയൊരുക്കുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു. ഇത് തലച്ചോറിനെ സ്വാധീനിച്ച് ഡോപ്പമിൻ റിലീസ് ചെയ്ത് കുട്ടികളിൽ ഒരു അഡിക്ഷൻ ഉണ്ടാക്കുന്നു. 5, ചെറിയ കാര്യങ്ങളിൽ ഉത്കണ്ഠാകുലരാകുന്നു, ജീവിതത്തിൽ പരാജയങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റാതെയാകുന്നു. 6, ഇതിനു പുറമെ അവരുടെ സ്വഭാവത്തെ, ഉറക്കത്തെ, ആരോഗ്യത്തെ എല്ലാം മോശമായി ബാധിക്കുന്നു. അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് നിർദ്ദേശിക്കുന്നത് 18 മാസം വരെയുള്ള കുട്ടികളിൽ 0 ആണ് സ്ക്രീൻ ടൈം. അല്പം സമയം മാത്രം അവരുടെ മാതാപിതാക്കളോ ബന്ധുക്കളോ ആയിട്ട് വീഡിയോ കോൾ ചെയ്യാം. 18 മാസം മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ദിവസം 1 മണിക്കൂറാണ് സ്ക്രീൻ ടൈം. ഈ പ്രായത്തിന് അനുയോജ്യമായ പരിപാടികൾ കാണിക്കുക, അത് അവരുടെ കൂടെ ഇരുന്ന് കാണാനും പ്രത്യേകമായി ശ്രദ്ധിക്കണം. നാളത്തെ നല്ലൊരു തലമുറയ്ക്കായി എല്ലാ മാതാപിതാക്കളുടെ അറിവിനായി ഈ വീഡിയോ ഷെയർ ചെയ്യും.